ആൻഡ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ക്ലിയർ ആവുന്നു. ആ ക്ലിയർ ആയി ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഊർമിള എന്നെ വിളിച്ച ദിവസം ഇതിനു വേണ്ടി കിടന്നുറങ്ങുവാണ്. പെട്ടെന്ന് തന്നെ റൂമ് കിടന്ന് കുരുങ്ങുന്നു. ഇതെന്താണ് നടക്കുന്നത് പോകുന്നു. പിന്നെ അവര് വെക്കേഷൻ ടൈമിൽ ഹോളിഡേയ്സിൽ വെക്കേഷൻ പോകുന്നു. നമുക്ക് ഒന്നും പണിയൊന്നും എടുക്കണ്ട, അപ്പുറത്ത് കാശ് കിട്ടുന്ന ഒരു പണിയാണ് ഗവൺമെന്റ് വർക്ക് എന്നൊക്കെ ഉണ്ട്. Hello everyone, welcome to yet another episode of Toppers Talk at Fortune IAS Academy. ഇന്ന് നമ്മുടെ കൂടെയുള്ള ടോപ്പർ അമൽ പി വി ആണ്. മൂവാറ്റുപുഴയിൽ നിന്നുള്ള അമലിനെ നമ്മൾ 2 കൊല്ലം മുമ്പ് പരിചയപ്പെട്ടിരുന്നു. അന്ന് അമലിന് IPS ആണ് കിട്ടിയിരുന്നത്. എന്നാൽ അമൽ IPS ട്രെയിനിങ്ങിന് പോയി. എന്നാൽ അതിനോടൊപ്പം IASന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു. ഈ കൊല്ലം അമലിന് IAS നേടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒത്തിരി പേർക്ക് ആഗ്രഹമുള്ള IASും IPSും രണ്ടും ലഭിച്ച ഒരു വ്യക്തി അല്ലേ? അപ്പോൾ ആ ആസ്പിറന്റിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അമലിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് അമൽ. ഹലോ സർ. അമലെ, നമ്മളിപ്പോൾ 7 മാസത്തെ IPS ട്രെയിനിങ്ങിന് ശേഷമാണ് അമലിപ്പോൾ വന്നിരിക്കുന്നത്. ഈ IPS ട്രെയിനിങ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്യും, ഭയങ്കര ഡിസിപ്ലിൻഡ് ആക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അമലിൻ്റെ ലൈഫിൽ അത് ട്രൂ ആയിരുന്നോ? എങ്ങനെയാണ് പേഴ്സണാലിറ്റി മാറിയിട്ടുള്ളത്? IPS ട്രെയിനിങ് ഞാൻ പോണ സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാസ് എ വെരി മെസ്സി പേഴ്സൺ. ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഒരു ടൈം പങ്ക്ച്വാലിറ്റി ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്ന സമയത്ത് എഴുന്നേക്കും, തോന്നുന്ന സമയത്ത് എൻ്റെ കാര്യങ്ങൾ ചെയ്യും. ഐ തോട്ട് ദാറ്റ് വാസ് ഫ്രീഡം. പക്ഷേ ട്രെയിനിങ്ങിനായിട്ട് പോയിട്ട് വി ഹാഡ് എ സ്ട്രിക്റ്റ് റുട്ടീൻ ടു ഫോളോ. ഞങ്ങളുടെ ഒരു വീക്കിലെ കാര്യങ്ങൾ ഫിക്സ്ഡ് ആണ്. ആൻഡ് വി ഹാവ് വെരി സ്ട്രോങ് ഡിസിപ്ലിൻ ഇൻ ദ സെൻസ് കി ടൈം പങ്ക്ച്വാലിറ്റി. 1 മിനിറ്റ് ലേറ്റ് ആയി, 1 സെക്കൻഡ് ലേറ്റ് ആയി കഴിഞ്ഞാൽ പോലും നമുക്ക് പണിഷ്മെൻ്റ് അവിടെയുണ്ട്. സോ അതൊക്കെ തന്നെ ഒത്തിരി മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ടൈം വാല്യൂ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ വേറൊരാളുടെ ടൈം, ഇപ്പോൾ ഒരാൾ എന്നെ കാത്തിരിക്കുകയാണെങ്കിൽ അയാളുടെ ടൈമും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എനിക്ക് കൊണ്ടുവന്നത് അതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എന്നെ കെയർ ചെയ്യുന്ന രീതി, എൻ്റെ ഡ്രസ്സിങ്, എൻ്റെ ലൈക്ക് ദ വേ ഐ ടുക്ക് മൈ ഹെയർ കട്ട്, അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറി അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയ ആളല്ല ഇപ്പോൾ ഇരിക്കുന്നത്, അത് ഉറപ്പാണ്. അത് നമ്മളവിടെ ചെന്ന് ഒരു 3-4 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫിസിക്കലി ഫിറ്റായി, നമ്മളെങ്ങനെയാണ് ഫിറ്റ്നസിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി. അതൊക്കെ IPS ട്രെയിനിങ് തന്നെയാണ്. ഓഫ് കോഴ്സ് അത് മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആ ട്രെയിനിങ്ങിൽ പോകുന്നതനുസരിച്ച്, നമ്മുടെ ഓരോ ഫേസ് കഴിയുന്നതനുസരിച്ച് നമ്മുടെ നടപ്പ്, നമ്മുടെ രീതി, സംസാരം, പൊളൈറ്റ്നസ്, അതൊക്കെ നമുക്ക് മാറിക്കൊണ്ടേയിരിക്കും. സോ ഓഫ് കോഴ്സ് IPS ട്രെയിനിങ്ങിന് ഒത്തിരി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹെയർ കട്ടിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് IPS ട്രെയിനിങ്ങിന് പോയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് സിമിലർ ഒരു ഹെയർ കട്ടാണ്. അതിനെന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ഞങ്ങളുടെ ഡയറക്ടറുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത്. ഇപ്പോൾ ഞാനാണെങ്കിൽ കുറച്ചും കൂടെ IPS ട്രെയിനിന് മുമ്പാണെങ്കിൽ കുറച്ച് ഒരു ലോങ് ഹെയർ ഒക്കെ ആയിട്ട് നടന്ന ഒരാളായിരുന്നു, ബിയേർഡൊക്കെ വയ്ക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഫസ്റ്റ് ഡേ NPH ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യുന്നത് മുടിവെട്ടിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ പ്രോസസ്സിങ് ഉള്ളൂ. അപ്പോൾ അന്ന് ഭയങ്കര ദേഷ്യമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളിൽ. നമ്മൾ ഇത്രയും ഓമനിച്ച് കൊണ്ടുവന്ന മുടിയൊക്കെ ഇങ്ങനെ വെട്ടിക്കളയാലോ എന്ന് ആലോചിച്ചപ്പോൾ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഡയറക്ടറുടെ അടുത്ത്, സാർ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ലൈക്ക് വാട്ട് ഈസ് എ ലോജിക്? അപ്പോൾ ഡയറക്ടർ സാർ പറഞ്ഞതാണ്, പണ്ട് കാലത്ത് ഫോഴ്സിന് ഇടയ്ക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ക്യാപ്പ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബിയർഡ് ക്യാപ്പ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി. പിന്നെ ഇപ്പം അത് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, you should not be concerned about your looks and your confidence should come not from your looks. നിങ്ങളുടെ കോൺഫിഡൻസ് വരുന്നത് നിങ്ങളുടെ വർക്കിൽ നിന്നായിരിക്കണം, നിങ്ങളുടെ കോൺഫിഡൻസ് വരുന്നത് നിങ്ങളുടെ അറിവിൽ നിന്നായിരിക്കണം. അല്ലാതെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ഓക്കെ ഇന്ന് എനിക്ക് ഗുഡ് ഹെയർ ഡേ അല്ല, സോ ഇന്ന് ഞാൻ ഒരു വർക്കും ചെയ്യില്ല നിങ്ങൾ ഒരിക്കലും തോന്നരുത്. അപ്പോൾ ഇതിനുള്ള സമയം നിങ്ങൾക്കില്ല സർവീസിനകത്ത്. അപ്പോൾ ബി ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാ യൂണിഫോമിറ്റി കൊണ്ടുവന്നതും ഈ ഒരു ഹെയർ സ്റ്റൈലും ഈ ഒരു എല്ലാ ദിവസവും ഷേവ് ചെയ്യുന്നുള്ള റൂളും വന്നത്. ആൻഡ് ദ തിങ് ഇസ് ആദ്യത്തെ വീക്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും പിന്നെ ഞങ്ങൾ അതിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു ആ ഒരു വ്യൂ. കാരണം വി ഫീൽ ലൈക്ക് വി ആർ സം കൈൻഡ് മച്ചുവേർഡ്, വി ഫീൽ ലൈക്ക് വി ആർ എൻ ഓഫീസർ. അപ്പോൾ ആ ഒരു സാധനം കൊണ്ടുവന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആൻഡ് യെസ്, അതാണ് അതിൻ്റെ ലോജിക്ക്. IPS ട്രെയിനിങ് ഭയങ്കര ഹെക്റ്റിക്കും ഫിസിക്കലി ഡിമാൻഡിങ്ങും ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? വളരെ ശരിയാണ്. IPS ട്രെയിനിങ് ഇസ് വെരി ഹെക്റ്റിക്. ഇപ്പോൾ മോർണിംഗ് തുടങ്ങുന്നത്
രാവിലെ 5-5:30 തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീരുന്നത്, നമ്മളെല്ലാം കഴിഞ്ഞ് റൂമിലെത്തുന്നത് രാത്രി ഒരു 7-8 മണിയാണ്. അപ്പോൾ ഇത്രയും ഫുൾ ഡേ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളൊരു ഡേ മിനിമം 14 hours വർക്ക് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഫോർ ദ ലാസ്റ്റ് ഒരു 7-8 months. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ സാറ്റർഡേ ഇവിടെ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സാറ്റർഡേ മോർണിംഗ് റൺ ഉണ്ട്, ലോങ് ഡിസ്റ്റൻസ് റൺ ഉണ്ടാവും, അതിന് ക്ലാസ്സും ഉണ്ടാവും. അപ്പോൾ ദർ ഈസ് നോ ഇൻ്റർവെൽസ്. ഇപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു ഫുൾ നൈറ്റ് ഡ്രില്ല് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് രാവിലെ മോർണിംഗ് PT ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം ഞങ്ങൾക്ക് ക്ലാസ്സും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനമേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വി എൻജോയ്ഡ് ഇറ്റ്. നമ്മളൊരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വി ഡോണ്ട് കെയർ. ആ ഒരു ഇതാണ്. ഹെക്ടിക്കാണ്. നമുക്ക് നോ ലീവ് കോഴ്സാണ്. സോ നമുക്ക് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കണം, പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഹെക്ടിക്, ബട്ട് ഇറ്റ് ഈസ് ഡൂവബിൾ. വി വിൽ എൻജോയ് ഇറ്റ്. ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം വി വിൽ എൻജോയ്. വി ഓൾ എൻജോയ്ഡ് ഇറ്റ് ദാറ്റ് ട്രെയിനിങ്. പലപ്പോഴും നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അൺഹെൽത്തി ആയിരിക്കും, അത്ര ഫിറ്റ് ആയിരിക്കില്ല. അപ്പോൾ പിന്നെ എങ്ങനെ അത്ര ഫിറ്റ് അല്ലാത്തവരെ ഈ ഒരു IPS ട്രെയിനിങ്ങിലൂടെ ഫിറ്റാക്കി മാറ്റുന്നത്? എന്തെങ്കിലും ഒരു സയൻറ്റിഫിക് പ്രോസസ്സ് ഉണ്ടോ? സയൻറ്റിഫിക് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ എല്ലാവരും ഒരുപോലെയല്ല കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ട്രെയിനിങ് പല ആൾക്കാരുടെയും കഴിവ് ഫസ്റ്റ് തന്നെ അവർ മനസ്സിലാക്കും. അങ്ങനെയാണ് ഒരു ഗ്രൂപ്പിംഗ് ആയിട്ടാണ് എല്ലാം പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ആൾക്കാർ പോലും കുറച്ച് കഴിയുമ്പോൾ തൊട്ടും അവർ ഒരു ബേസ് ലൈനിലോട്ട് അവർ കയറി വരും. ഇപ്പോൾ ഞാൻ ഇതിനാണ്ട് അനുബന്ധിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ, NPLോട്ട് കയറുന്ന സമയത്ത് തന്നെ ദർസ് എ സ്റ്റാച്ചു, മൈക്കലാഞ്ചിയോയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഇറ്റ്സ് ആക്ച്വലി നോട്ട് എ സ്റ്റാച്ചു, പക്ഷേ ഒരു റോക്കാണ്, ഒരു വലിയ റോക്ക്. അപ്പം അതിന് താഴെ എഴുതി വെച്ചിട്ടുണ്ട്, മൈക്കലാഞ്ചിയോയുടെ കോട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ മൈക്കലാഞ്ചിയോയുടെ റിപ്ലൈ ആണ് താഴത്തെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ റോക്കിനകത്ത് ഓൾറെഡി ശില്പമുണ്ട്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. അപ്പോൾ ഇതാണ് NPയുടെ മോട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു പോലീസ് പേഴ്സൺ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലൊരു ഫിറ്റസ്റ്റ് ആളുണ്ട്. ഇപ്പോൾ NP ഈസ് ട്രൈങ് ടു ഡിസ്കവർ യുവർ സെൽഫ്, അലോ യു ടു ഡിസ്കവർ യുവർ സെൽഫ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് അവിടുത്തെ ഒരു ഫിലോസഫി. സോ എത്ര ഫിറ്റ് അല്ലെങ്കിൽ പോലും യു വിൽ ബി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു വിൽ ബിക്കം എ വെരി ഫിറ്റ് പേഴ്സൺ, യു വിൽ ബിക്കം എ വെരി ഗുഡ് പോലീസ് ഓഫീസർ. ഇപ്പോൾ നമ്മൾ IPS ട്രെയിനിങ്ങിലെ ഫിറ്റ്നസിനെ കുറിച്ച് പറഞ്ഞു, പക്ഷെ പെൺകുട്ടികൾക്ക് ഈ ഹെക്ടിക് ഷെഡ്യൂളൊക്കെ ഡിമാൻഡിങ് ആയിട്ട് തോന്നാറുണ്ടോ? അമലിൻ്റെ ബാച്ചിലുള്ള പെൺകുട്ടികളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അങ്ങനെ ഒരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് അവരും നമ്മളെപ്പോലെ തന്നെ, ബോയ്സിനെ പോലെ തന്നെ നല്ല ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ബാച്ചിനകത്താണെങ്കിൽ പോലും ഐ ഹാവ് സീൻ വുമൺ ഓഫീസർ ട്രെയിനിങ് ഔട്ട് പെർഫോമിങ് മെൻ ഇൻ മെനി തിങ്സ്, ഇൻക്ലൂഡിങ് ഇൻ സ്വിമ്മിങ്, റണ്ണിങ്, എല്ലാത്തിലും. അപ്പോൾ ഈവൻ ഞാൻ എൻ്റെ സ്ക്വാഡിലുള്ള ആൾക്കാരോട്, പെൺകുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെ ഇത്ര ഫിറ്റായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന്. സോ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. NPA കൺസിഡർ എവരിബഡി ആസ് സെയിം. ലൈക്ക് അങ്ങനെ ആൺ പെൺ വ്യത്യാസമൊന്നും NPL ഇല്ല. പക്ഷേ സ്റ്റിൽ ഇഫ് യു ഫീൽ സം ഇഷ്യൂസ്, ഫിറ്റ്നസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് വുമൺ ഡ്രിൽ ഇൻസ്പെക്ടേഴ്സ് ദെയർ. അവർ നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ അക്കാഡമി ഈസ് വെരി ഓപ്പൺ. അക്കാഡമി ഈസ് ആക്ച്വലി എൻകറേജിങ് വുമൺ. ആൻഡ് ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ് ഞങ്ങളുടെ ബാച്ചിലായിരുന്നു ഏറ്റവും കൂടുതൽ വുമൺ IPS ട്രെയിനീസ് ഉണ്ടായിരുന്നത്. ഹിസ്റ്റോറിക്കലായിരുന്നു. എനിക്ക് 69 വുമൺ ട്രെയിനീസ് ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് വെരി ഹ്യൂജ്. ആൻഡ് അവരെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ട്രെയിനിങ്. ആൻഡ് അങ്ങനൊരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പോലും ദേ വിൽ ഇൻ ദി മാറ്റർ ഓഫ് ടൈം ദേ വിൽ ഗെയിൻ ദാറ്റ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പാസിംഗ് ആയിട്ട് മെൻഷൻ ചെയ്തു സ്വിമ്മിങ്ങിനെ കുറിച്ച്, ഹോഴ്സ് റൈഡിങ്, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഇല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊരു IPS ട്രെയിനിങ് കിട്ടുന്ന യുണീക്ക് എക്സ്പീരിയൻസസ്? യുണീക്ക് എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ട്. ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ സ്വിമ്മിങ് ഉണ്ട്, നമ്മുടെ കാർഡിയോ എക്സസൈസ് ഉണ്ട്, കോർ എക്സസൈസ് ഉണ്ട്, കോർ മസിൽസിൻ്റെ എക്സസൈസ്, പരേഡ് ഉണ്ട്, ദെൻ വെപ്പൺ ഹാൻഡ്ലിംഗ് ഉണ്ട്, നൈറ്റ് ഡ്രിൽസ് ഉണ്ട്. അത് രസമാണ്. ഇതെല്ലാം നമ്മളവിടെ ചെല്ലുമ്പോഴാണ്, ഞാൻ അധികം സസ്പെൻസ് പൊളിക്കുന്നില്ല, അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. കാരണം നമ്മൾ ചില സാധനങ്ങളൊക്കെ പറയാതെ ചെല്ലുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ലൈഫ് ചേഞ്ച് എക്സ്പീരിയൻസ് ആണ്. പെർസ്പെക്റ്റീവ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ നമ്മളുടെ ഏറ്റവും ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും IPS ട്രെയിനിങ്ങിൻ്റെ സമയത്ത്? മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റായിട്ട് ഒരു ഗൺ യൂസ് ചെയ്ത സമയത്താണ്. അത് ഞങ്ങൾക്ക് എൻ്റെ ഡ്രിൽ ഇൻസ്പെക്ടർ നമുക്ക് നമ്മുടെ വെപ്പൺ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കയ്യിലോട്ട് ഫസ്റ്റ് റിവോൾവർ വെച്ച് തന്ന സമയത്ത് ഐ വാസ് വെരി മച്ച്, കാരണം നമ്മൾ സിനിമയിലൊക്കെ കണ്ട സാധനം നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് അന്നേരം ഇപ്പം ഞാൻ കയ്യിൽ റിവോൾവർ വയ്ക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വിറക്കുകയായിരുന്നു. കാരണം ദിസ് ഈസ് വെരി ഡേഞ്ചറസ്.
അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഡ്രിൽ ഇൻസ്പെക്ടറിനോട് പറഞ്ഞതാണ്, ഇത് വെപ്പണാണ്, ഇത് നിങ്ങൾക്ക് ഒരാളുടെ ജീവൻ എടുക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണോ, ഇതെപ്പോഴും മനസ്സിൽ വെക്കണം യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ദിവസം ഞാനിപ്പോഴും ആ ഒരു പുള്ളി പറഞ്ഞ ഒരു ഡയലോഗും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതാണ് ഒരു നല്ലൊരു മെമ്മറബിൾ ആയിട്ടൊരു എക്സ്പീരിയൻസ്. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് വേണ്ടി പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. NPAയിൽ എൻ്റെ കൂടെ ഓടുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ എല്ലാവരും വരും നമ്മുടെ ചുറ്റും. അപ്പോൾ ഒരു ടീം സ്പിരിറ്റിലാണ് NPA വർക്ക് ചെയ്യുന്നത്. അതൊക്കെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അമലിന് IPS ട്രെയിനിങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമൽ സംസാരിക്കുന്നതിന് അത് മനസ്സിലാവും. പക്ഷേ അമലിപ്പോൾ ഈ വർഷം അമലിന് IAS കിട്ടി. ഇപ്പോൾ സർവീസ് അലൊക്കേഷൻ വന്നു, IAS കിട്ടി. എന്തുകൊണ്ടാണ് IPSൽ നിന്ന് IASലേക്ക് പോകാനുള്ള ആ തീരുമാനം? അതിൻ്റെ റാഷണൽ എന്താ? ആഗ്രഹമാണ് ബേസിക്കലി. ഞാൻ തുടങ്ങിയ സമയത്ത് നമ്മളെപ്പോഴും ഫില്ല് ചെയ്യുന്നത് IAS കിട്ടണം എന്നുള്ള രീതിയിലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ IPS കിട്ടിക്കഴിഞ്ഞപ്പോഴും ആദ്യം എനിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു, എനിക്ക് IAS കിട്ടിയില്ലല്ലോ, ലൈക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും കിട്ടിയില്ലല്ലോ എന്ന് വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ പ്രിലിംസ് പോയി എഴുതാം. ആ പ്രിലിംസ് ക്ലിയർ ആയില്ല. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, എടാ നിൻ്റെ കയ്യിൽ IPS ഉണ്ട്, യു വിൽ ഗെറ്റ് എ ഗുഡ് കാഡർ, സോ വൈ ആർ യു വേസ്റ്റിംഗ് യുവർ ടൈം, ഗോ ആൻഡ് ജോയിൻ. പക്ഷേ സ്റ്റിൽ ആ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു 6-7 കൊല്ലം മുമ്പ് എടുത്തൊരു തീരുമാനമാണ് ഞാൻ എന്തെങ്കിലും ഒരു IAS ഓഫീസർ ആവും എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റിഗ്രറ്റ് ചെയ്യേണ്ടത്? ലൈക്ക് ഓക്കെ, അന്ന് എനിക്ക് IAS ആവാൻ പറ്റുമായിരുന്നു, ഞാനൊരു ചാൻസും കൂടെ ഉണ്ടല്ലോ, എന്തിനാണ് അത് കളയുന്നതെന്ന് എനിക്ക് റിഗ്രറ്റ് വരാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ IAS എക്സാം വീണ്ടും സിവിൽ സർവീസ് എക്സാം വീണ്ടും ക്ലിയർ ചെയ്തത്. പിന്നെ നമ്മൾ 2 സർവീസും കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും പറയും IAS ആണ് ഹയർ, IPS ലോവർ ആണ്. അങ്ങനെ ഒന്നുമില്ല, ഫീൽഡിൽ അങ്ങനെ ഒന്നുമേ ഇല്ല. IPS is a best service if you want to be a police officer in field. It's a best service. It's the best way to serve the nation. IAS also have different types. അപ്പോൾ IASന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയത്, എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ തോന്നിയത് വെച്ചാൽ, നമുക്ക് ഡൈവേഴ്സ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഹോമിൽ മാത്രമാണ് പോലീസിലിരിക്കുമ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, IAS ആകുമ്പോൾ ഹോമിൽ വർക്ക് ചെയ്യാം, ഹെൽത്തിൽ വർക്ക് ചെയ്യാം, എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യാം, വുമൺ എംപവർമെൻറ്റിൽ വർക്ക് ചെയ്യാം. അങ്ങനെ പല കാര്യത്തിലും നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്കോപ്പ് IAS തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണൊപ്പം തന്നെ നമുക്കൊരു പുതിയൊരു സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിന് നമുക്ക് എന്താണ് വേണ്ടത്? റിസോഴ്സസ് ആണ് വേണ്ടത്. ആ റിസോഴ്സസ് കൂടുതലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസും കൂടെ കൊണ്ടുവന്നാണ് IASലോട്ട് പോകാൻ തീരുമാനിച്ചത്. ബട്ട് സ്റ്റിൽ ഐ ലവ് പോലീസിങ്. ഐ ഡോണ്ട് നോ, സം പാർട്ട് ഓഫ് മൈ ഹാർട്ട് അവിടെ ഒരു പോലീസ് ഓഫീസർ ഇവിടെ ഒളിഞ്ഞിരിപ്പുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ IPS ട്രെയിനിങ് ഒരു IAS ഓഫീസർ ആകുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്? ഇത് എൻ്റെ ലൈഫിൽ പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സാധനം ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി. നമ്മൾ സീനിയറിനെ കണ്ട് റെസ്പെക്ട് ചെയ്യണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, നമ്മുടെ പോസ്റ്റർ എങ്ങനെയാണ് വരേണ്ടത്, ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും നല്ല, ഇപ്പം ഞാനിപ്പോൾ ഒരു DM ആവുകയാണെങ്കിൽ എന്തെങ്കിലും, എൻ്റെ SP എങ്ങനെ സംസാരിക്കണം, എൻ്റെ SP ഓഫീസർ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കണം SP അടുത്ത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളും എങ്ങനെയാണ് ബിഹേവിയറൽ ആസ്പെക്ട്സും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ എക്സാം, ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന എക്സാംസും സബ്ജക്ട്സും കുറേയൊക്കെ കോറിലേറ്റഡ് ആണ്. ഇപ്പോൾ BNSS അതൊക്കെ IASന് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ എനിക്ക് തോന്നുന്നു യെസ്, ഓഫ് കോഴ്സ് രണ്ടും എനിക്ക് തോന്നുന്നു IPSൻ്റെ എക്സ്പീരിയൻസ് IASന് ഓഫ് കോഴ്സ് ഹെൽപ്ഫുൾ ആവും. നമ്മളാക്കി 2 വർഷം മുമ്പ് IPS കിട്ടിയപ്പോൾ ആദ്യം പോയി നമ്മളൊരു ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തു. പിന്നെ ഇപ്പോൾ IPS ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ഈ ഫൗണ്ടേഷൻ കോഴ്സും IPS ട്രെയിനിങ്ങും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്? എന്താ രണ്ടിൻ്റെ ഒബ്ജക്റ്റീവ്? രണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതുതായിട്ട് വരുന്ന ഒരു ആൾ, അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡൻറ്റ്, അയാൾ ക്ലിയർ ചെയ്ത് വന്നു, അല്ലെങ്കിൽ കുറേ നാളുകൾ പഠിക്കുന്ന ഒരാൾ ക്ലിയർ ചെയ്ത് വന്നു. സോ അയാൾക്ക് എന്താണ് ഗവൺമെൻറ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യണമെന്ന് മനസ്സിലാവണം. ആൻഡ് ദ തിങ് ഈസ് കീ, ഗവൺമെൻറ് ഈസ് ചേഞ്ചിങ്, ഗവർണൻസ് ഈസ് ചേഞ്ചിങ്. ആൻഡ് ഗവർണൻസ് ഈസ് ചേഞ്ചിങ് എന്ന് പറയുമ്പോൾ തൊട്ടും പഴയ പോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ഗവർണൻസ് വരുന്നുണ്ട്, മിക്കതും ഓൺലൈനായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ മനസ്സിന് അതൊരു ക്ലീഷ ഉണ്ട്, ഗവൺമെൻറ് ഇങ്ങനെയാണ്, നമുക്ക് ഒന്നും പണിയൊന്നും എടുക്കണ്ട, വെറുതെ കാശ് കിട്ടുന്ന ഒരു പണിയാണ് ഗവൺമെൻറ് വർക്ക് എന്നൊക്കെ ഉണ്ട്. അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു ക്ലീഷ ബ്രേക്ക് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഫൗണ്ടേഷൻ കോഴ്സിനകത്ത്. അപ്പോൾ ബേസിക് ഗവൺമെൻറ് ഫംഗ്ഷനിങ് എങ്ങനെയാണ്, ഗവൺമെൻറ്സിനകത്ത് എന്താണ് നമ്മളിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന ഗവൺമെൻറ്, അതുപോലെ തന്നെ നമുക്ക് ചില പുതിയ ടെക്നോളജി എങ്ങനെയാണ് എക്സ്പോഷർ വരുന്നു, പല ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പോഷർ വരുന്നു, പിന്നെ ചില ട്രഡീഷണൽ കാര്യങ്ങൾ, ഫയൽ നോട്ടിങ്സ് എങ്ങനെയാണ്, ഒരു ഫയൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനത്തെ ചെറിയ ഒരു ബേസിക് കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ്. അതുകൊണ്ടാണ് 3 മാസത്തോട് മാത്രം വെച്ചത്. പിന്നെ ഒരു ഓൾ ഇന്ത്യ എക്സ്പോഷർ ഉണ്ടാവും, നമ്മൾ വില്ലേജ് വിസിറ്റൊക്കെ പോയി ഒരു എക്സ്പോഷർ ഉണ്ടാവും. IPS ട്രെയിനിങ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ആണ്, നമ്മൾ ഡൊമൈനിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഡൊമൈനിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ ഡൊമൈനിലെ ലോസ് എങ്ങനെയാണ്, ഡൊമൈനിൻ്റെ അകത്തുള്ള
സ്ട്രക്ചർ എങ്ങനെയാണ്, ഡൊമൈൻ എങ്ങനെയാണ് വർക്കിംഗ്, ഒരു സബ് കൾച്ചറാണത്. ബേസിക്കലി ഒരു ഡിഫറെൻറ്റ് സബ് കൾച്ചറാണ്. അപ്പോൾ എനിക്കൊന്ന് ഫൗണ്ടേഷൻ കോഴ്സ് അബൌട്ട് ഗവൺമെന്റ് കൾച്ചർ ആൻഡ് IPS ട്രെയിനിങ് അബൌട്ട് പോലീസിങ് സബ് കൾച്ചർ. അത് രണ്ടുമാണ് അതിൻ്റെ ഡിഫറൻസ്. കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, എനിക്ക് 6-7 വർഷം മുമ്പ് തോന്നിയ ഒരു ആഗ്രഹമാണ് IAS എന്നുള്ളത്. നമുക്കൊന്ന് കുറച്ച് റീവൈൻഡ് ചെയ്യാം. എങ്ങനെയാണ് ഈ IAS എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കൂടി പറ്റിയത്? അത് ഇതുപോലെ എനിക്ക് ഇതിൻ്റെ മുമ്പത്തെ ഇന്റർവ്യൂവിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ബേസിക്കലി ഞാൻ ആൾക്കാരെ പോലെ 3-ാമത്തെ വയസ്സിൽ 4-ാമത്തെ വയസ്സിൽ IAS ആവുന്ന സ്വപ്നം കണ്ട ആളൊന്നുമല്ല. എനിക്ക് ആക്ച്വലി ഒരു അംബീഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയൊക്കെ എഞ്ചിനീയറായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു MA കോളേജ് കോതമംഗലം. അപ്പോൾ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ പഠിക്കുന്ന സമയത്ത് എനിക്ക് അന്നത്തെ ഡിസ്ട്രിക്ട് കളക്ടറിനെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. രാജമാണിക്യം സാർ IAS കേരള കാഡർ ഓഫീസറാണ്. സോ അന്ന് അദ്ദേഹത്തായിട്ടുള്ള എക്സ്പോഷർ ആവണം എന്നെ ഈ ഒരു സർവീസിലോട്ട് കൂടുതലും അടുത്തത്. അപ്പോൾ എങ്ങനെയായിരുന്നു സാറിന് മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയത്? അത് എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ അവാർഡ് എനിക്ക് സാറാണ് തരേണ്ടത്. അപ്പോൾ അന്ന് ഞാനും അമ്മയും കൂടെ എറണാകുളം കളക്ടറേറ്റിൽ അവാർഡ് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അന്ന് സാർ അവിടെ സാറ് ചേംബറിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ ഗൺമാൻ വന്നിട്ട് പറയുന്നു, സാർ വന്നിട്ടുണ്ട്, സോ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങും, നിങ്ങളെല്ലാവരും അകത്തോട്ട് കയറിയിരിക്കും. അപ്പോൾ എല്ലാവരും അകത്തോട്ട് കയറി പോവാണ്. അപ്പോൾ ഗൺമാൻ പെട്ടെന്ന് പറഞ്ഞു, പേരൻസ് വരണ്ട, ഓൺലി സ്റ്റുഡൻസ് ആർ അലൗഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പേരൻസിന് സങ്കടമാവുമല്ലോ. കാരണം ഇപ്പം എൻ്റെ അമ്മയെ സങ്കടപ്പെട്ടു. കാരണം ഞാനാണ് ആദ്യമായിട്ടാണ് അവാർഡ് മേടിക്കുന്നത്. ആ സമയത്താണ് മേടിക്കുന്നത് തന്നെ. അപ്പോൾ അന്ന് അപ്പം തന്നെ സാറ് കളക്ടറേറ്റിൽ നിന്ന് സാറിൻ്റെ ചേംബറിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞു, സാറിന് ഗൺമാനായ സാർ സ്കോൾഡ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നത്, ഇവരിങ്ങനെ ആവാനുള്ള കാരണം ഇവരുടെ പേരൻസാണ്. സോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പേരൻസിനെ പുറത്താക്കാൻ പറ്റുന്നത്? സോ ബാക്കി ആ ഒരു ഒറ്റ ഡയലോഗ് ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ്റെ ട്രസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ്റെ മേളിലുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസ്യത, അത് സാറിന് കൊണ്ടുവരാൻ പറ്റി. എൻ്റെ അമ്മയൊക്കെ ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു കളക്ടർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇവനൊരു ചെറിയൊരു കാര്യമാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഇറങ്ങി വന്നിട്ട് അതൊരു പ്രശ്നം അങ്ങ് സോൾവ് ചെയ്തു. അതൊക്കെ കൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ, ഒരു കളക്ടർ എന്ന് പറയുന്ന ഒരു വലിയൊരു ജോലിയാണ്, ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ് ജോബ്. അപ്പോൾ അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് കയറിയത്. അന്ന് ഞാൻ തീരുമാനം എടുത്തു, എന്തെങ്കിലും ഞാനൊരു IAS ഓഫീസർ ആവും. അത് കുറച്ച് വർഷങ്ങളെടുത്തു, പക്ഷെ ആയി. IAS മോഹോയ ആദ്യം ചെന്നത് ഡൽഹിയിലാണല്ലേ? എങ്ങനെയായിരുന്നു ആ ഡൽഹി കോച്ചിങ് എക്സ്പീരിയൻസ്? ഡൽഹിയിൽ ഞാൻ ആക്ച്വലി കോച്ചിങ് എടുത്തിട്ടില്ല. ഞാൻ അവിടെ സെൽഫായിട്ടാണ് ഡൽഹിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പറ്റി ഡൽഹി പോകാൻ? എല്ലാവരും പോകുന്നു, ഞാനും പോയി. അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യം കോച്ചിങ്ങിന് 2018 ജൂണിലായിരുന്നു ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2018 അവിടെ ചെന്ന് ആദ്യം ഞാൻ വിചാരിച്ചു കോച്ചിങ്ങിന് ചേരാമെന്ന് വിചാരിച്ചു. ഞാനൊരു കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയി ഇരുന്നു. പക്ഷെ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ലാംഗ്വേജ് അറിയില്ലായിരുന്നു, ഹിന്ദിയൊന്നും അത്ര വശം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഓപ്ഷനിൽ വേറെ കാരണം എൻ്റെ ഓപ്ഷനിൽ വേറെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓപ്ഷനിൽ PSIR ആണ്. അപ്പോൾ ഞാൻ പഠിച്ച എഞ്ചിനീയറിംഗ് ആണ്. സോ അതെനിക്ക് ഒട്ടും എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് ഞാൻ അത് മാത്രം അവിടെ ഒരു 7-6 months അവിടെ നിന്നു. അപ്പോൾ ആ സമയത്ത് ഡൽഹിയിലെ കരോൾ ബാഗിലും ഓൾഡ് രാജേന്ദ്ര നഗറിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അതായത് വെരി ഡിഫറെൻറ്റ്. നമ്മളിപ്പോൾ അങ്ങനെ എന്താണ് കോമ്പറ്റീഷൻ എന്ന് തന്നെ മനസ്സിലാക്കിയത് ഡൽഹിയാണ്. ഒരു സ്ട്രീറ്റ് ഫുൾ UPSC ആസ്പിറൻസ്, എവിടെ നോക്കിക്കഴിഞ്ഞാൽ UPSCയുടെ ബുക്സ്, കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ, 24/7 റീഡിങ് റൂംസ്, ആൾക്കാരൊക്കെ റീഡ് റൂമിൽ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് എക്സ്പോഷർ എനിക്ക് തന്നത് ഡൽഹിയിലാണ്. അവിടെ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആൾക്കാർ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡെപ്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് കരോൾ ബാഗർ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ എല്ലാവരും ഡൽഹി പോകണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ അന്ന് എനിക്ക് ട്രിവാൻഡ്രത്ത് സെൻറ്റേഴ്സ് ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ട്രിവാൻഡ്രത്താണെങ്കിലും എല്ലാ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ക്യാപിറ്റൽ സിറ്റീസിലും ഇപ്പോൾ നല്ല നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്താണെങ്കിലും നല്ലതുണ്ട്. സോ ദർ ഇസ് നോ നീഡ് ടു ഗോ ടു ഡൽഹി. അപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കുന്നവർക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ പഠിക്കാൻ തീരുമാനിച്ചു തന്നെ എവിടെ ഇരുന്നാലും പഠിക്കാം. അയാൾ ഡൽഹിയിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഇപ്പം എൻ്റെ നാട്ടിലാണെങ്കിലും എവിടെ വേണ്ടിയിരുന്നും പഠിക്കാം. അത്രേ ഉള്ളൂ. ഇവിടെ ട്രിവാൻഡ്രത്ത് ഫോർച്യൂണിലുള്ള അമലിൻ്റെ എക്സ്പീരിയൻസ് അതിനെക്കുറിച്ചൊന്ന് പറയാം. ഞാൻ പൊട്ടിപ്പാളിസായിട്ട് നിൽക്കുമ്പോഴാണ് ഫോർച്യൂണിലോട്ട് കയറി വരുന്നത്. എനിക്ക് തോന്നുന്നു തേർഡ് അറ്റംപ്റ്റ് കിട്ടിയില്ല എനിക്ക്. അപ്പോൾ തേർഡ് അറ്റംപ്റ്റ് കിട്ടിയില്ലാതെ ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്, നിർത്തണോ വേണ്ടോ എന്നുള്ളൊരു ആലോചനയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് എന്നോട് ആരോ പറഞ്ഞു, എടാ നീ മുനിസാറിനെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ മുനിസാറിനെ പോയി കണ്ടു.
അപ്പോൾ ഞാൻ ഇങ്ങനെ സാറിനോട് പറഞ്ഞു, സാർ ഇതാണ് അവസ്ഥ. അന്ന് ഒരു ഇൻ്റർവ്യൂ പോയിട്ടുണ്ട് UPSCയുടെ. അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. മുനി സാറും കണ്ടു പറഞ്ഞു, അമൽ യു ഹാവ് പൊട്ടൻഷ്യൽ, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ നിതിൻ സാറിൻ്റെ അടുത്തോട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല ആരാണ് നിതിൻ സാറിനൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് സാറിന് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അല്ല, ഞാൻ എന്നെക്കാളും കൂടുതൽ നിനക്ക് നല്ല നിതിൻ മേനോനാണ്, സോ യു ഗോ ടു നിതിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് നിതിൻ സാറിൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ നിതിൻ സാറ് എൻ്റെ പേപ്പറൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ശരിയാക്കാവുന്നുള്ളൂടാ, നീ സമാധാനമായിട്ടിരിക്കുക, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ ഫോർച്യൂണിൽ സാറിൻ്റെ മെൻറ്റിയായിട്ട് കൂടി. പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ വളരെ എന്താ പറയുന്ന വളരെ ഫിനാൻഷ്യലി മോശമായിട്ടിരിക്കുന്ന സമയത്ത് അന്ന് ഫോർച്യൂൺ എനിക്കൊരു ജോലി തന്നു. ഞാൻ ഇവിടെ ഒരു മെൻറ്ററായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതും എന്നെ ഒരു ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഐ നെവർ തോട്ട് ഐ വിൽ ബിക്കം എ ടീച്ചർ. അപ്പോൾ അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് എൻ്റെ ഒരു മെൻറ്റി ക്ലിയർ ആയി, ഊർമിള. സോ അവളിപ്പോൾ IRS ആണ്. ദ തിങ് ഈസ് ആളിപ്പോൾ എൻ്റെ സീനിയറാണ്. കാരണം ഇപ്പം ഞാൻ ക്ലിയർ ചെയ്തതോടെ ഊർമിള എൻ്റെ സീനിയറായി. സോ ദാറ്റ് ഈസ് ഓൾസോ എ ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് ലൈഫ്. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെക്കൊണ്ട് ഒരു ക്ലാസ് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. ബട്ട് സ്റ്റിൽ ഐ വാസ് ഏബിൾ ടു മാനേജ്. ആൻഡ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ഒരു ഫ്രണ്ട് ക്ലിയർ ആവുമെന്ന്. ക്ലിയർ ആയി ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഊർമിള എന്നെ വിളിച്ച ദിവസം ഐ വാസ് ആക്ച്വലി ഹാപ്പി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഊർമിളയ്ക്ക് മെസ്സേജ് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ അറ്റംപ്റ്റ് ഞാൻ ക്ലിയർ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് യെസ് എൻ്റെ 5th അറ്റംപ്റ്റ് ആയിരുന്നു. 5th അറ്റംപ്റ്റ് പ്രിലിംസ് ക്ലിയർ ആയില്ല. 5th അറ്റംപ്റ്റ് പ്രിലിംസ് ക്ലിയർ ആവാത്ത വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ഊർമിളയുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഊർമിള എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ക്ലിയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞു ഊർമിളയ്ക്ക് അയച്ച മെസ്സേജ് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ലൈക്ക് ഓക്കെ, ഞാൻ ക്ലിയർ ആയത് ഞാൻ ഫെയിൽ ചെയ്തതിന് എനിക്ക് ഒരു സങ്കടമില്ല. ഇപ്പോൾ താൻ ക്ലിയർ ആയിട്ടുണ്ട്, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എനിക്കിത് കൂടുതൽ ഒന്നും വരാനുള്ള ലൈഫിൽ. അത് ഭയങ്കര എക്സ്പീരിയൻസ്. അപ്പം അങ്ങനത്തെ കുറേ വേറൊരു എക്സ്പീരിയൻസ് തന്നെ ഫോർച്യൂണാണ്. ഈ എക്സാം ചില രീതികളിൽ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയാം. ഇപ്പം അമല് തന്നെ നമുക്ക് IPSC കിട്ടിയതിന് ശേഷം സിവിൽ സർവീസ് പ്രിലിംസ് നമുക്ക് പാസ്സാവാൻ പറ്റിയില്ല. ആൻഡ് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്തിട്ടുണ്ട്. എന്തായിരിക്കും ഈ ഒരു വേരിയബിലിറ്റിയുടെ റീസൺ? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ് UPSC വിൽ മേക്ക് യസ് ഹംബിൾ. കാരണം IPSC കിട്ടിയ ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പുറത്ത് ഞാൻ പോയിട്ട് പ്രിലിംസ് ക്ലിയർ ആയില്ല. വേരിയബിലിറ്റിയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഇതാണ്, UPSCയുടെ തന്നെ ഫിലോസഫി മീൻസ് കോമ്പറ്റേറ്റീവ് ആവുക. ലൈക്ക് യു ഷുഡ് ബി കോമ്പറ്റേറ്റീവ്. ടു ബി ഫ്രാങ്ക് ടു സേ ദാറ്റ് നിങ്ങളുടെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആസ്പിറൻസും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സാണ്. അതും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെക്കാളും 1 സ്റ്റെപ്പ് ഹെഡ് നിൽക്കണം. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഈസ് ചേഞ്ചിങ്, വേൾഡ് ഈസ് ചേഞ്ചിങ്. വൈ UPSC നീഡ് ടു ബി സ്റ്റാറ്റിക്? അവരതാണ് ആലോചിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ മാത്രം നിൽക്കുന്നത് വിചാരിക്കുന്നത്? എന്തിനാണ്? വി ഓൾസോ നീഡ് ടു ചേഞ്ച്. ഗവർണൻസ് ഈസ് ചേഞ്ചിങ് വെരി മച്ച്. 2018 ഗവർണൻസ് അല്ല ഇപ്പോൾ നടക്കുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് വേണ്ടത് കുറച്ചും കൂടെ റോബസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ്, കുറച്ചും കൂടെ ചലഞ്ചസ് ഫേസ് ചെയ്യണം. പിന്നെ എന്താണ് UPSC എക്സാം? മെൻ്റൽ എക്സാം ആണ് ശരിക്കും. യു ഹാവ് ബി മെൻ്റലി ടഫ്. കാരണം ഇപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് ഒരാൾ എവിടെയെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം വെയിറ്റ് ചെയ്യണം. ആ ഒരു വാക്യൂം എങ്ങനെ ഫില്ല് ചെയ്യണം നിങ്ങൾ? ആ ഒരു മെൻ്റൽ ടഫ്നെസ് ആണ് ബേസിക്കലി. എനിക്ക് കുറച്ചും കൂടെ മെൻ്റൽ ടഫ്നെസ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും, ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്താ ക്ലിയർ ആവാത്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാറിൻ്റെ എക്സ്പീരിയൻസിലും കണ്ടുണ്ടാവും, ഇവൻ എത്ര നാളായിട്ട് ഇവൻ ക്ലിയർ ആകാൻ നിൽക്കുന്നു. അപ്പോൾ അവർ മോശമെന്നല്ല പറയുന്നത്, പക്ഷെ എവിടെയോ ഒരു ഗ്യാപ്പ് അവർക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അത് മെൻ്റൽ ടഫ്നെസ് ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മുതൽ ഞാൻ തീരുമാനിച്ചാണ് ഞാൻ ഇതും കൊണ്ടേ പോവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ലോ വന്നിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട്, ലൈക്ക് ക്ലിയർ ആവാത്ത സമയത്തൊക്കെ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ എനിക്ക് ഉള്ളിലുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും എനിക്കിവിടെ കിട്ടും, എന്തെങ്കിലും ഒരു സമയത്ത് കിട്ടും. നമ്മൾ ഇൻട്രാക്ട് ചെയ്തപ്പോഴൊക്കെ അമലിനൊരു ഭയങ്കര വാശി ഉണ്ടായിരുന്നു, ഇതെങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണം. ആൻഡ് നമ്മളിപ്പോൾ SIക്ക് ഒരു ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോഴും അമൽ ഭയങ്കരമായിട്ട് ഇത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് കോൺസ്റ്റൻ്റ്ലി ചോദിക്കാറുണ്ടായിരുന്നു. ആൻഡ് ഇത് ഇത്രയും വർഷം ആ ഒരു വാശി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി. അതിൻ്റെ നമ്മളെ ഡ്രൈവ് എവിടെ നിന്ന് കിട്ടിയേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുത്ത ഡിസിഷനാണത്. ഞാനൊരു 6-7 കൊല്ലം മുമ്പ് എടുത്ത ഡിസിഷനാണ്. എനിക്കിത് വേണം, ഇതില്ലാതെ ഞാൻ പോവില്ല എന്നുള്ള ഡിസിഷൻ. രണ്ടാമത്തെ കാര്യം, എൻ്റെ മനസ്സിലൊരു ഫിലോസഫി ഉണ്ട്, ഞാൻ കാരണം തോക്കാൻ പാടില്ല. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് തോക്കട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് പനി വന്നു, ഫൈൻ, അതുകൊണ്ട് ഞാൻ തോറ്റു, ഐ വിൽ അക്സെപ്റ്റ് ദാറ്റ്. പക്ഷേ ഞാനൊരു പഠിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഞാനൊരു ബുക്ക് വായിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഞാനൊരു റിവിഷൻ ചെയ്യാത്തതുകൊണ്ടോ തോക്കാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ബേസിക്കലി ഹോപ്പാണ്.
ഹോപ്പാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നത്. എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും കിട്ടാതിരിക്കുമെന്നല്ല, വർക്ക് ചെയ്താൽ കിട്ടും. നമ്മുടെ ഫ്രണ്ട്സ് അതുപോലെ ലൈക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഇഷ്ടം പോലെ. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ട് പലരും. ഇപ്പോൾ പേരുടെ അടുത്ത് പറയുകയാണെങ്കിൽ ദേവി PIRS, പുള്ളിക്കാരത്തി ഇപ്പോൾ ഇൻകം ടാക്സ് കമ്മീഷനാണ് ചെന്നൈയിൽ. അപ്പോൾ പുള്ളിക്കാരത്തി എപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു, എടാ നിനക്ക് കിട്ടും, നീ കിട്ടാതിരിക്കുന്നില്ല, നീ ശ്രമിച്ചാൽ മതി. അപ്പം അങ്ങനെ കുറച്ചൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള ഫ്രണ്ട്സ്, ഈവൻ എൻ്റെ സർവീസിൽ ഇല്ലാത്ത ഫ്രണ്ട്സ് പോലും, എൻ്റെ കോളേജ് ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ചിട്ട് പറയാം, എടാ കിട്ടും, നീ പേടിക്കണ്ട, എന്തെങ്കിലും ഒരു ദിവസം നീ എന്തായാലും ക്ലിയർ ആവും. പിന്നെ എനിക്ക് തോന്നുന്നു അമ്മയുടെ പ്രാർത്ഥന അതൊരു വലിയ കാര്യമായിരിക്കും. പുള്ളിക്കാരത്തും പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്ങനെയും മോൻ ഒന്ന് ക്ലിയർ ആവണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ അതൊക്കെ കൊണ്ടായിരിക്കണം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഞാൻ എപ്പോഴും ഒരു റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ അദ്ദേഹം എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും നോക്കണ്ട, വർക്ക് ചെയ്യുക, വരുന്നിടത്ത് വെച്ച് കാണാം, അപ്പോൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഫിലോസഫിയും കൂടെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നതായിരിക്കും ഇത്ര നാളായിട്ട് നിൽക്കുന്നതെന്ന് തോന്നി. നമ്മൾ ഈ കുറേ വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സിവിൽ സർവീസിന് പഠിക്കുകയാണ്. നേരത്തെ കോളേജ് ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ അവർ പലരും ഓൾറെഡി വർക്കിംഗ് ആയിരിക്കും കോളേജിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ അങ്ങനെ എന്തെങ്കിലും അമലിനുണ്ടായിരുന്നു? കാരണം നമ്മൾ ഏൺ ചെയ്യുന്നില്ല, പ്രിപ്പയർ ചെയ്യാണ്, ഒരു വലിയ ഡ്രീമിൻ്റെ പുറകെയാണ്, പക്ഷെ പ്രിപ്പയർ ചെയ്യാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നോ? ഓഫ് കോഴ്സ്, എല്ലാവർക്കും ഉള്ളതല്ലേ. ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നതായി പോവും. എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവർ ജോലി കിട്ടി, വീട് വെച്ചു, കാറ് മേടിച്ചു, മാരേജ് ചെയ്തു, കുട്ടി വരെയായി. അപ്പോൾ വി ഫീൽ ലൈക്ക് ഓക്കെ, നമുക്ക് നീഡ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. അതാണല്ലോ അതിൻ്റെ ഒരു. ഇപ്പോഴാണ് എൻ്റെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവുന്നത്. ഇപ്പോൾ അവരൊക്കെ നേരത്തെ സെറ്റിലായി തുടങ്ങി, അവരൊക്കെ പോകുന്നു. പിന്നെ അവർ വെക്കേഷൻ ടൈമിൽ, ഹോളിഡേയ്സിൽ വെക്കേഷൻ പോകുന്നു, പുറത്ത് പോകുന്നു. അപ്പം നമ്മുടെ ശനിയും ഞായറും ഒന്നും ഇല്ല നമുക്കിവിടെ. നമുക്ക് എല്ലാ ദിവസവും ഒരേ റുട്ടീൻ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും ആ സമയത്ത് തന്നെ വർക്ക് ചെയ്യുന്നു, അവർക്ക് പ്രൊമോഷൻ വരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് തോന്നും, എന്തിനാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്, ഇത്ര റിസ്ക് ഉള്ള പ്രോഗ്രാമിന് എന്തിനാണ് പോകുന്നത് എന്നൊക്കെ തോന്നും. പിന്നെ നമ്മൾ ആലോചിക്കും, എന്തെങ്കിലും ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, നമുക്ക് വേറൊരു എക്സ്പോഷറാണ് കിട്ടുന്നത്. സോ ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ ഫീലിംഗ് ജസ്റ്റിഫൈഡ് ആണെന്ന് തോന്നി? ഓഫ് കോഴ്സ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഗവർണൻസ് വർക്ക് ചെയ്യുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും ഞാൻ പറയുന്നത്, നമ്മൾ വിചാരിക്കും ഫയൽ ഒപ്പിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ എൻ്റെ PA ഉണ്ട്, അയാൾ എഴുതിക്കോളും, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മൾ പണിയെടുക്കണം, നന്നായിട്ട് പണിയെടുക്കണം. നമുക്ക് പണിയെടുക്കാനുള്ള സാധനം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് വർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ള ഒരു ദിവസം ഒരു ഫയൽ വരുന്ന എല്ലാം വായിച്ചിട്ട് പോവാം. അതല്ല, നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഇനിഷ്യേറ്റീവ് തുടങ്ങാൻ പറ്റും. അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ബീയിങ് ഇൻ ദ സർവീസ്. നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് ദി ലൈഫ് സ്റ്റൈൽ, ബിക്കോസ് ദ തിങ്സ് ദാറ്റ് ഐ ക്യാൻ മേക്ക് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നമുക്ക് ഈ പ്രിപ്പറേഷൻ ഡേയ്സിലൂടെ ഒന്ന് പോവാം. നമുക്ക് ഒബ്വിയസ്ലി 3 സ്റ്റേജാണുള്ളത്, പ്രിലിംസ്, മീൻസ്, ഇൻ്റർവ്യൂ. അപ്പോൾ അമലിൻ്റെ മൾട്ടിപ്പിൾ ടൈംസ് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എഫക്റ്റീവ് ആണെന്ന് തോന്നുന്ന സ്ട്രാറ്റജി എന്താ? റിവിഷൻ. നോ സ്ട്രാറ്റജി, റിവൈസ് കറോ. എന്താണെങ്കിലും നിങ്ങൾ റിവിഷൻ ചെയ്യണം. എനിക്ക് തോന്നുന്നു ലക്ഷ്മിയാന്ന് ഞാൻ ഇത്ര വർഷം കൊണ്ട് ഹാവ് റെഡ് ദാറ്റ് ബുക്ക് മോർ ദാൻ 25 times. എനിക്കറിയാം ബുക്ക്. എനിക്ക് ആ ബുക്ക് ലക്ഷ്മികാന്ത് 5th edition എനിക്ക് മൊത്തം കാണാപ്പാടാണ്. ബട്ട് സ്റ്റിൽ ഐ യൂസ് ടു റീഡ് ഇറ്റ്. കാരണം ഒരു സ്ഥലത്തെങ്ങാനും മറന്നു പോയി കഴിഞ്ഞാലോ എന്നുള്ള പേടിച്ചിട്ടാണ്. അപ്പോൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക, ടെസ്റ്റ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബേസിക്കലി അതാണ്. പ്രിലിംസ് ക്ലിയർ ആകാനൊന്നുമല്ല റിവിഷനാണ്. റിവിഷൻ ഡിസിപ്ലിൻ വേണം. ലൈക്ക് നമ്മൾ ഇന്ന് പഠിച്ചു, നാളെ പഠിക്കുന്നില്ല, മറ്റന്നാൾ പഠിക്കുന്നില്ല, അത് പിറ്റേ ദിവസം പഠിച്ചു, അത് വേണ്ട. നിങ്ങൾ ഒരു ദിവസം 4-5 മണിക്കൂർ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ മോർ ദാൻ എനഫ്. പഠിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. റിവിഷൻ ആണ് പ്രിലിംസ് ക്ലിയർ ആകാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. അതാണ് ഇവിടെ പലരും ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോഴും പുതിയ സാധനങ്ങൾ പഠിക്കാനാണ് നോക്കുന്നത്. പഴയ സാധനങ്ങൾ നമ്മൾ മറന്നു പോവാണ്. പഴയ സാധനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. മെയിൻസിൻ്റെ സ്റ്റേജിലോ? മെയിൻസ് ഈസ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. മെയിൻസിനകത്ത് നമുക്ക് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പ്രിലിംസിന് വേണമെങ്കിൽ ലക്ക് ഫാക്ടർ ഉണ്ടെന്ന് ഞാൻ പറയാം. മെയിൻസ് ഈസ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. മെയിൻസിനകത്ത് ശരിക്കും നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലമാണ് മെയിൻസ്. മെയിൻസിനകത്ത് ഞാനതിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് GS, പിന്നെ SA, പിന്നെ ഓപ്ഷനിൽ. അപ്പോൾ ഇത് 3 രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ GSനകത്താണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഒരു സ്കിൽഫുൾ ആയിട്ട് ഞാൻ പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ പ്രസൻറ്റേഷൻ നന്നാവണം. നമ്മുടെ പേപ്പർ വൃത്തിയായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. അപ്പോൾ നോക്കുന്ന ഒരാൾക്ക് കാണുമ്പോൾ തന്നെ ഇവരെന്താ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തോന്നരുത്.
ഓക്കെ എന്തോ ഉണ്ട് ഇതിനകത്ത്, ആ ഒരു 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 ആകാംക്ഷ കൊണ്ടുവരാൻ നോക്കുക. പിന്നെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് എഴുതാൻ നോക്കുക. മെയിൻസിനകത്ത് GS പേപ്പേഴ്സിനകത്ത് കുറച്ചും കൂടെ പോയിന്റ്സ് സ്പെസിഫിക് ആയിട്ട് കൊണ്ടുവരാൻ നോക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, മാപ്പ് കൊണ്ടുവരിക, അങ്ങനത്തെ ബേസിക് വാല്യൂഡേഷൻ നന്നായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ ഉപരി ക്വസ്റ്റിന് ഡിമാൻഡ്. ഇപ്പോഴും ഞാൻ ഇവിടെ പല പേപ്പേഴ്സും കാണുമ്പോൾ, എൻ്റെ അടുത്ത് തന്നെ പേപ്പേഴ്സ് കാണുമ്പോൾ ക്വസ്റ്റിൻ്റെ ഡിമാൻഡ് ഇപ്പോഴും പലർക്കും മനസ്സിലാകാത്ത എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റിൻ്റെ ഡിമാൻഡ് നന്നായിട്ട് നോക്കുക. ആ ക്വസ്റ്റിൻ്റെ ഡിമാൻഡ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾ എത്ര കീവേഡ് പഠിച്ചാലും എത്ര സ്റ്റാറ്റ് പഠിച്ചാലും ഒരു കാര്യമില്ല. എക്സാമിനറിന് മനസ്സിലാവണം, ഓക്കെ ഈ ക്വസ്റ്റിനാണ് ഇങ്ങനെ ആൻസർ ചെയ്തിരിക്കുന്നത് മനസ്സിലാവണം. അതാണ് എസ്സേനകത്ത് കുറച്ചും കൂടെ നമ്മൾ എഴുതി തന്നെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. എഴുതി കുറേ എസ്സേ പ്രാക്ടീസ് ചെയ്താണ് പ്രിപ്പയർ. ഞാൻ തന്നെ സാറിൻ്റെ അടുത്ത് ഒരു 3-4 എസ്സേ കൊണ്ട് വന്നിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നല്ല എസ്സേ വായിക്കുക, ലൈക്ക് പല നന്നായിട്ട് എഴുതിക്കുന്ന എസ്സേകൾ വായിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എക്സ്പോഷർ കിട്ടുമ്പോൾ തന്നെ എസ്സേ നന്നാവും. എസ്സേ ഈസ് ഓൾസോ ബിറ്റ് എന്താണ് ഷേഡിയാണ്. എൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഷേഡിയാണ് എസ്സേ. ഓപ്ഷണലിൽ എൻ്റെ ഫോർട്ടേ ആയിരുന്നു എപ്പോഴും. കാരണം ഓപ്ഷനിൽ ഞാൻ പറയാറുണ്ടായിരുന്നു, എൻ്റെ ഒരു ഗേൾ ഫ്രണ്ടിനെ പോലെയായിരുന്നു എൻ്റെ ഓപ്ഷനിൽ. കാരണം ഞാൻ അത്രയും സ്നേഹിക്കും, അതിനുവേണ്ടി അത്രയും വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്ഷനിന് വേണ്ടി. അപ്പോൾ ഓപ്ഷനിൽ നന്നായിട്ട് പഠിക്കണം. നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റാങ്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഓപ്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ PSI ആണെങ്കിൽ ഭയങ്കര ചേഞ്ചിങ് ആണ്, ഡൈനാമിക് ആണ്. അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ട്രംപ് പ്രശ്നക്കാരനല്ലായിരുന്നു, ഇപ്പോൾ ട്രംപ് പ്രശ്നക്കാരനായി. സോ ഭയങ്കര ചേഞ്ചിങ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം, അതിനു വേണ്ടി വായിക്കണം, പത്രം നന്നായിട്ട് വായിക്കണം ഓപ്ഷനിന് വേണ്ടി. അങ്ങനെ നമ്മൾ IRൽ എന്താണ് നടക്കണമെന്ന് അറിയണം, ആൻസർ റൈറ്റിംഗ് നന്നായിട്ട് ചെയ്യണം. എങ്ങനെയാണ് പ്രത്യേകിച്ച് PYQസിൻ്റെ ആൻസേഴ്സ് ഒക്കെ എഴുതുന്നത് നല്ലതാണ് ഓപ്ഷനിന് വേണ്ടി. അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് എൻ്റെ മെയിൻസിൻ്റെ ഒരു പ്രിപ്പറേഷൻ. എഴുതുക. എൻ്റെ ട്രഡീഷണൽ സാധനത്തിനാണ് ഞാൻ പോകുന്നത്. പ്രിലിംസ് റിവിഷൻ ചെയ്യുക, മെയിൻസ് എഴുതുക. എനിക്ക് ഷോർട്ട് കട്ട്സ് ഒന്നും വലിയ കാര്യമായിട്ട് പിടുത്തമില്ല. ജനറൽ സ്റ്റഡീസിൻ്റെ കേസിലും പൊളിറ്റിക്കൽ സയൻസ് PSIRൻ്റെ കേസിലും അമലിൻ്റെ മെൻറ്റർ നിതിൻ മേനോനായിരുന്നു അല്ലേ? അപ്പോൾ നിതിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചും അമലിന് എന്തായിരിക്കും പറയാനുള്ളത്? ഭയങ്കര കോൺട്രിബ്യൂഷനാണ്. എൻ്റെ ഫസ്റ്റ് മെയിൻസിൻ്റെ മാർക്കും എൻ്റെ സെക്കൻഡ് മെയിൻസിൻ്റെ മാർക്കും മാത്രം എടുത്ത് നോക്കിയാൽ മതി, ഹ്യൂജ് ഡിഫറൻസ് ആണ്. ഒരു ലീപ്പ് ഫോർവേഡാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലും കഷ്ടപ്പാടാണ് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വീണ്ടും മെയിൻസ് എഴുതുന്നത്. കാരണം വി ആർ ഓൾറെഡി ഇൻ എ കംഫർട്ട് സോൺ. വർക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവില്ലായിരിക്കും അന്നേരം. അപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ചില സമയത്തൊക്കെ ഡൗൺ ആവുന്ന സമയത്ത് എന്തിനാണ് പഠിക്കുന്നത്, എനിക്ക് ഓൾറെഡി സർവീസ് ഉണ്ടെന്നൊക്കെ തോന്നുമ്പോൾ നിതിൻ സാറിനെ വിളിച്ചിട്ട് പറയും, ഡേഡി പഠിക്കുക ഇതൊക്കെ നോക്കും, ഇതൊക്കെ പോവും, ഇതൊക്കെ പിന്നെ പോകും, നീ നാളെ ക്ലിയർ ആവും. അപ്പോൾ നമുക്കൊരു നമ്മൾ ഗ്രോത്ത് ചെയ്യുന്ന പോലെ തന്നെയാണ് ആ ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ IPS കിട്ടിയ വർഷത്തെ മെയിൻസിൻ്റെ മാർക്കും ഇപ്പം കിട്ടിയ മെയിൻസിൻ്റെ മാർക്കും ആക്ച്വലി ഏറെക്കുറെ സെയിം തന്നെയാണ്. അപ്പം അത് സസ്റ്റെയിൻ ചെയ്യാനുള്ളത് ടിപ്സ് തന്നത് നിതിൻ സാർ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ ആൻസർ റൈറ്റിംഗ് സാർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേപ്പേഴ്സ് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് സാറ്. പിന്നെ ഞാൻ എപ്പോഴും സാറിനോട് പറയായിരുന്നു, എനിക്ക് മാർക്ക് ഇടണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു സീ മൈ മാർക്സ്. അപ്പോൾ മാർക്ക് ഇടേണ്ട സമയത്ത് സാറ് പറയും, അപ്പോൾ സാറ് പറയും എന്തിനാ മാർക്ക് ഇടാത്തത്? അതല്ല ഇമ്പോർട്ടൻറ്റ്, മാർക്കല്ല ഇമ്പോർട്ടൻറ്റ്, എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സാറ് എക്സ്ട്രാ കോഷ്യസ് ആണ്. ഇത് മാർക്ക് അറിയില്ലല്ലോ, അത് കാരണം സാറ് തന്നെ നോക്കും, ഓക്കെ ഇവിടെ പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ കുറേ ടിപ്സ് ഒക്കെ തന്നിട്ടുണ്ട്. എനിക്ക് എത്ര നോട്ട് അയച്ചു തന്നിട്ടുണ്ട്. രാത്രി 2 മണിക്കൊക്കെ നോട്ട് അയച്ചു തരുമായിരുന്നു. ഒരു സമയത്ത് എൻ്റെ വാട്സാപ്പിന് ഇൻബോക്സ് മൊത്തം സാറിന് മെസ്സേജ് ആയിരുന്നു, നോട്ടുകൾ അയച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ വായിക്കുക. എൻ്റെ മെയിൻസിന് തലേ ദിവസം തന്നെ എനിക്ക് ഒത്തിരി നോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 വന്നു, കറക്റ്റ് സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ആ സാറിൻ്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതാണ്. നമ്മളിപ്പോൾ പ്രിലിംസിനെ കുറിച്ചും മെയിൻസിനെ കുറിച്ചും പറഞ്ഞു. ഇനി ആൾക്കാർക്ക് ഏറ്റവും അറിയാൻ കൗതുകമുള്ള ഒരു സാധനമാണ് ഇൻ്റർവ്യൂ. നമ്മുടെ ആക്ച്വൽ UPSC ഇൻ്റർവ്യൂ, അതിലെ 1-2 മെമ്മറബിൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇൻസിഡൻസ് പറയാമോ? ഞാൻ 3 തവണ ഇൻ്റർവ്യൂ പോയിട്ടുണ്ട്. അപ്പോൾ 3 എക്സ്പീരിയൻസാണ് എനിക്ക് വന്നിട്ടുള്ളത്. അതിൽ എനിക്ക് ലാസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ചോദ്യങ്ങളായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് തോന്നുന്നു. ലാസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ പോയപ്പോൾ കുറച്ച് ചില്ലായിട്ടാണ് പോയത്. അതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ കേരള ഹൗസിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് ഡൽഹിയിൽ എർത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ദാറ്റ് വാസ് ഓൾസോ വെരി ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ ഞാൻ രാവിലെ ഇൻ്റർവ്യൂവിന് വേണ്ടി കിടന്നുറങ്ങുവാണ്. പെട്ടെന്ന് തന്നെ റൂമ് കിടന്ന് കുലുങ്ങുന്നു, ഇതെന്താണ് നടക്കുന്നത്? അപ്പോൾ ഞാൻ ഫോൺ നോക്കിയപ്പോൾ എർത്ത് കേൾക്കലായിട്ട് ഡൽഹിയിൽ ഫുൾ എർത്ത് കേൾക്കാണ്. അത് ശരി, മഴയിലൽക്ക് എർത്ത് കേൾക്കാണ്. ഞാൻ ആലോചിച്ചു അപ്പോൾ കേരള ഹൗസ് മൊത്തം ഇവാക്യുവേറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് വരാനില്ല. ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങി. 2 minutes ഉണ്ടായിരുന്നുള്ളൂ ഷേക്കിങ്. അത് കഴിഞ്ഞാണ് ഇൻ്റർവ്യൂവിന് ഞാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഞാൻ പോയി, ഷീൽവർ സാറിൻ്റെ ബോർഡായിരുന്നു. ഷീൽവർ സാർ പറഞ്ഞു,
ഹി വാസ് ഓൾസോ IPS, ex-IPS. സോ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു, കാരണം ഞാൻ ഓൾറെഡി IPS പ്രൊബേഷണർ വരുന്നു, സാറിന് മുമ്പിൽ ഇരിക്കുന്നു, സാർ ഓൾറെഡി IPS CRPF DG ആയിരുന്നു സാർ. അപ്പോൾ ഇപ്പോൾ സാർ തുടക്കം തന്നെ ഇതാണ്, ഓക്കെ യു ആർ ഫ്രം NPR റൈറ്റ്? യെസ് സർ. ഓക്കെ ദെൻ സാർ പിന്നെ ക്യാഷ്വലായിട്ട് പോയി ഫോർമൽ ഒരു പോലീസിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു മെമ്പറിനോട് ചോദിച്ചു, വൈ ഡു യു വാണ്ട് ടു ഗോ ടു എ ഹയർ സർവീസ്? അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി ട്രാപ്പ്, ബിക്കോസ് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സർവീസസ്, എനി സർവീസസ്. സോ ഞാൻ ഫസ്റ്റ് അതാണ് ക്ലാരിഫൈ ചെയ്തത് മാമിൻ്റെ അടുത്ത്, മാം ദർ ഇസ് നോ ഹയർ സർവീസ്, ഐ ജസ്റ്റ് വാണ്ട് ടു വർക്ക് ഇൻ IAS ബിക്കോസ് ദീസ് ആർ ദ തിങ്സ്. അത് കഴിയുമ്പോൾ മാം തന്നെ പറഞ്ഞു, ഓക്കെ സോ യു വാണ്ട് ടു വർക്ക് ഇൻ എ ഡൈവേഴ്സ് ഫീൽഡ്, യു ഹാവ് ടു വർക്ക് ഇൻ എ ഡൈവേഴ്സ് സർവീസ് റൈറ്റ്? പറഞ്ഞു യെസ് മാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഞാനൊരു 6 അടിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്നോട് ചോദിച്ചു, ഇപ്പം ഞാൻ ഫുട്ബോൾ ഹോബിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് ചോദിച്ചു ഫുട്ബോളിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് നിങ്ങൾ കണ്ട ഒരു ഇൻസിഡൻറ്റ് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് എവിടെന്നോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നു, ദർ വാസ് എ മാച്ച് ഇൻ പ്രീമിയർ ലീഗ്. അപ്പം അതിനകത്ത് ഒരു ഓപ്പണൻറ്റ് പ്ലെയർ, അയാൾ അൺകോൺഷ്യസ് ആയിട്ട് വീണ്, അയാളുടെ ടങ്ക് ത്രോട്ടിൽ സ്റ്റക്കായി. അപ്പോൾ ഓപ്പോസിറ്റ് പ്ലെയറാണ് അത് വന്നിട്ട് ടങ്ക് നേരെയാക്കി അയാളുടെ എയർ ഫ്ലോ ഓപ്പൺ ആക്കിയത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന സാറ് പറഞ്ഞു യെസ് ഐ ഹേർഡ് ഓഫ് ഇറ്റ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഒരു ചെറിയ ഓവർ ദ കേക്ക് എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, ഒരാളെ ലൈഫ് രക്ഷിക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഐ തിങ്ക് ദിസ് ഈസ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഓഫ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇൻ ഫുട്ബോൾ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയായി, ചുറ്റിരിക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് യെസ് നോട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് അന്ന് ആ സമയത്ത് എനിക്ക് ആ ഒരു എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലോട്ട് വന്നു എനിക്ക്. അപ്പോൾ അത് എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെയാണ് ഇൻ്റർവ്യൂവിനകത്ത് തോന്നിയത്. ബാക്കിയെല്ലാം ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ പ്ലസൻറ്റ്. സിനിമകളിലൊന്നും കാണുന്ന പോലെ ഗ്രില്ലിംഗ് ഒന്നും ഇല്ല, അവർ പ്ലസൻ്റ് ആണ് എപ്പോഴും. ആൻഡ് ദേ ആർ ഓൾസോ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ് ടു യങ് പീപ്പിൾ. അത് നമുക്ക് ലിറ്ററലും കാണാൻ പറ്റും അവർ. അങ്ങനെയാണ് പോയത്. അമൽ മൂവാറ്റുപുഴയിൽ നിന്നാണല്ലോ. അമലിപ്പോൾ IPS 2 വർഷം മുമ്പ് കിട്ടി, ഈ കൊല്ലം IAS കിട്ടി. അപ്പോൾ നാട്ടിൽ ഈ ന്യൂസിനൊക്കെയുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നാട്ടിൽ റെസ്പോൺസാണ്. എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ IPS കിട്ടിയിട്ട് നാട്ടിലോട് പോയിട്ടില്ല ഞാൻ. അപ്പോൾ അവിടെ ഞാൻ തല കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി, സന്തോഷം, എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ നമുക്ക് കിട്ടിയ കാര്യം കൊണ്ട് എല്ലാവരും തന്നെ നമ്മുടെ അടുത്ത് കൺഗ്രാജുലേറ്റ് ചെയ്തു. പിന്നെ എല്ലാ കേരളത്തിലുള്ള പോലെ ഫ്ലക്സ് അടിച്ചു. അതും എന്നോട് അമ്മയാണ് പറയുന്നത്. അങ്ങനെ കുഴപ്പമില്ല, ഹാപ്പിയാണ് എല്ലാവരും. അങ്ങനെ ഒരു വെൽക്കമിങ് തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി തന്നെ ഇപ്പോൾ IAS എണ്ണം കൂടുതലാണ്. എനിക്ക് തോന്നുന്നു നൂഹ് സാറും സാറിൻ്റെ ബ്രദറും സലീം സാറും ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണ്. പിന്നെ സൂരജ് IFOS പുള്ളി ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണ്. പിന്നെ ഞാനിപ്പോൾ വന്നു, ഇനിയിപ്പോൾ കൂടുതൽ പേര് വരട്ടെ. നമ്മുടെ ആ IPS ട്രെയിനിങ് സമയത്ത് നേരത്തെ നമ്മൾ ടീം വർക്കിനെ കുറിച്ചും ടീം സ്പിരിറ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ക്യാമറാഡറി അല്ലേ, ആ ഒരു തമ്മിലുള്ളൊരു ഫ്രട്ടേണിറ്റി, അതിനെക്കുറിച്ച് പറയാമോ? എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അല്ലെങ്കിൽ ആരെങ്കിലും മെമ്മറബിൾ ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? I think I should answer this question in English so that my batchmates can also hear about this. See, IPS training is that kind of training which we can't do alone. We need people around you. So it's very hectic. It's very demanding. And I'm very grateful to part of 77RR and the friends I had, the memories we had. Very beautiful memories. The people, they actually redefined the competition. They used to come with us. They don't care about themselves. They used to come with me. They used to hang out with me. Ella karithinu. Most of the things they used to come. And my squad members were very much great. I'm very grateful for them. And there are a lot of people I can mention, but it will take a long time. Still I feel like it was and we were a diverse group. We came from every part of India and we got the best trauma bonding to be honest. So that trauma bonding stays with us and every time, and we are like a family. Even if I am going to other service, these people still came to and say that you are one among us. You are never others. Even if you are in other service, you are one among us. We are a family. So that is a very good thing in NPA, and 77RR is one of my most good thing happened in my life. ഇപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചു, ട്രോമ ബോണ്ടിങ്. എന്താണ് ഈ ട്രോമ ബോണ്ടിങ്? ട്രോമ ബോണ്ടിങ് മീൻസ് നമ്മൾ കഷ്ടപ്പെടുവാണ് എല്ലാവരും.
അപ്പോൾ ബാക്കിയുള്ളവരും അതേപോലെ കഷ്ടപ്പെടുവാണ്. സോ നമ്മുടെ ഇൻട്രസ്റ്റ് സെയിമാണ്. സോ വി വിൽ ബോണ്ട്. നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുവാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ തൊട്ടും നമ്മൾ ഒരുമിച്ച് പോരും. അതാണ് ട്രോമ ബോണ്ടിങ് ആൻഡ് വി എൻജോയ്ഡ് ഇറ്റ്. NPA മൊത്തം അതാണ്. ബേസിക്കലി NPA ഫ്രണ്ട്ഷിപ്പ് ഈസ് മോർ ഓഫ് ട്രോമ ബോണ്ടിങ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ആൻഡ് ദാറ്റ് വിൽ നോട്ട് ബ്രേക്ക്. അതെപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ഇപ്പം നാളെ ഞാൻ എവിടെയെങ്കിലും ചെന്നിട്ട് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്നിട്ട് എൻ്റെ ഒരു ബാച്ച്മേറ്റിനെ വിളിക്കുകയാണ്, എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹാപ്പി. ഈവൻ ഇഫ് ഐ ഹാവ് നോട്ട് മെറ്റ് ദം ഫോർ ഇയേഴ്സ്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അമലിനെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും IPS ഓഫീസറോ IAS ഓഫീസറോ ഉണ്ടോ? നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേരുണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഇപ്പം എല്ലാവരും പറയും ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അവരൊക്കെ എനിക്ക് ഇൻസ്പിറേഷൻ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഞാൻ അടുത്ത് പരിചയപ്പെട്ടതിൽ ഇപ്പം നമ്മളിപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ പേരോട് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതിൽ ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞ രാജമാണിക്യം സാറാണ്. അദ്ദേഹമാണ് എന്നെ IAS തൊട്ട് കൊണ്ടുവരാൻ വേണ്ടി കൈപിടിച്ചുകൊണ്ട് വന്നത്. സെക്കൻഡ് പറയുന്നത് ഒരു മാഡമാണ്. മാഡത്തിൻ്റെ പേര് സ്വാതി S. കുമാർ, IPS, ഒഡീഷ കേഡർ IPS ഓഫീസറാണ്. ഇപ്പോൾ SP ആണ്, SP റാങ്കിലുള്ള ഓഫീസറാണ്. മലയാളിയാണ്. അപ്പോൾ മാഡം, ഞാൻ മാഡത്തിന് ട്രെയിനിങ് ഇടയ്ക്ക് വെച്ചിട്ടാണ് കാണുന്നത്. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫീസേഴ്സ് ഐ മെറ്റ്. ഭയങ്കര ഹമ്പിളാണ്, അതുപോലെ തന്നെ ഭയങ്കര എഫിഷ്യൻ്റാണ്, സീറോ കറപ്ഷൻ. ലൈക്ക് അദ്ദേഹം എടുക്കുന്ന സ്റ്റെപ്സ് എപ്പോഴും എന്നെ ഇൻസ്പയർ ആയിട്ടുണ്ട്. എന്നെ ഇടയ്ക്ക് വിളിക്കും. അപ്പോൾ ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്ന് മാത്രമല്ല, ഒരു ഓഫീസർ എങ്ങനെയാവണമെന്ന് എന്നെ ഭയങ്കരമായിട്ടും ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് മാഡമാണ്. അപ്പോൾ മാഡത്തിനോടും എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഫൈനൽ ക്ലീഷേഡ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ഫസ്റ്റ് ടൈം ആസ്പിറൻറ്റ്, ഈ ഇൻ്റർവ്യൂ കാണുന്ന ഒരു ഫസ്റ്റ് ടൈം ആസ്പിറൻറ്റിനോട് അമലിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? വർക്ക് ഹാർഡ്. ദർ ഈസ് നത്തിങ് മോർ ദാറ്റ്. വർക്ക് ഹാർഡ്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നടക്കും. ആ ഒരു വാശി ഉള്ളോട്ട് കൊണ്ടിട്ട് നല്ലതാണ്. എന്തെങ്കിലും ഒരു ദിവസം നടക്കും. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഒരു ദിവസം ക്ലിയർ ആവുമെന്ന്. അത് മനസ്സിൽ കൊണ്ടുവരിക, വർക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും ഇറ്റ് ഈസ് ഗുഡ്, എപ്പോഴും ഓപ്പൺ ഫോർ ചേഞ്ചസ്. ലൈക്ക് ഇപ്പോൾ ചേഞ്ചസ് ഇൻ ദ സെൻസ് ഇപ്പോൾ നിങ്ങളൊരു സാധനം വർക്കൗട്ട് ആയില്ല, ചേഞ്ച് ഇറ്റ്. അതിങ്ങനെ ചേഞ്ച് ചെയ്തൊരു ട്രയൽ ആൻഡ് റെക്കോർഡാണ് വരുന്നത്. സി ദർ ഇസ് നോ വൺ വേ ടു ക്ലിയർ ദിസ് എക്സാം. ഞാനിത് എൻ്റെ മെൻറ്റീസിനോട് പറയാറുള്ളതാണ്. ദർ ഇസ് നോ വൺ വേ, ദർ ആർ മൾട്ടിപ്പിൾ വേ. ആൻഡ് പ്ലീസ് ഡോണ്ട് ഇമിറ്റേറ്റ് എനി വൺ. ഞാനിത് ഞങ്ങളുടെ FC പോകുന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്നു, ആര്യവ്യം എൻ്റെ ഇപ്പോൾ ദേവികുളം സബ് കളക്ടർ ആര്യവ്യം എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ ആര്യോട് പറയായിരുന്നു, ആര്യ പഠിച്ച രീതിയിൽ ഞാൻ തോക്കും. അല്ല ഗഹന പഠിച്ച രീതിയിൽ ഞാൻ തോക്കും. അതുപോലെ തന്നെ ഞാൻ പഠിച്ച രീതിയിൽ ആര്യ ക്ലിയർ ആവില്ല. ഞാൻ എൻ്റെ രീതിയിലാണ് പോയത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ട്രൂത്ത്, നമ്മുടെ സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിലാണ് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ നടത്തേണ്ടത്. ആരെ ഇമിറ്റേറ്റ് ചെയ്യണ്ട. പക്ഷേ നമുക്ക് എടുക്കാം, ലൈക്ക് ഗുഡ് തിങ്സ് എടുക്കാം. അതായത് ഇപ്പം ഞാൻ എൻ്റെ റുട്ടീൻ, ഇപ്പോൾ നമ്മൾ പറയും ഇതാണ് എൻ്റെ ടോപ്പേഴ്സിൻ്റെ റുട്ടീൻ, ആ റുട്ടീൻ പഠിച്ച് ഞാൻ ക്ലിയർ ഇല്ല, നത്തിങ്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻ്റ് ആണ്, എൻ്റെ എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആണ്, എൻ്റെ മെൻ്റൽ കപ്പാസിറ്റി ഡിഫറൻ്റ് ആണ്. എന്നെക്കാളും ബെറ്റർ ആയിരിക്കും നിങ്ങൾ. പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ ഒപ്പം വരുന്നത്? യു ക്യാൻ ചൂസ് യുവർ ഓൺ പാത്ത്. സോ അതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. വർക്ക് ചെയ്യുക, മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ദാറ്റ് ഇസ് വൺ ഓഫ് ഇമ്പോർട്ടൻറ്റ് തിങ്. ദെൻ നിങ്ങൾ തന്നെ പാത്ത് കണ്ടുപിടിക്കുക. അതാണ് പറയാനുള്ളത്. നമ്മളൊരു 2 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഇൻ്റർവ്യൂവിന് ഇരുന്നു. അമൽ ഒത്തിരി മാറിപ്പോയി, നല്ല രീതിയിൽ മാറി. കുറേ കൂടെ എന്താ പറയുക, മെച്ചുവറായിട്ടും മെഷേർഡായിട്ടുമാണ് അമലിപ്പം ഇൻ്റർവ്യൂ പറഞ്ഞത്. പക്ഷേ ഒത്തിരി എക്സ്പീരിയൻസസ്, എസ്പെഷ്യലി IPS ട്രെയിനിങ്ങിലുള്ള ഒത്തിരി എക്സ്പീരിയൻസസ്, അത് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് സർ. Fortune IAS Academy. More than just an academy.